അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ശരിക്കും പവർ ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സിൽ വരുന്ന ഒരു ഡിസ്റ്റോർഷൻ ആണ്. നമ്മൾ അത് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ പോളി എക്സാമിന് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാർമോണിക് ഡിസ്റ്റോർഷൻ അങ്ങനെ തന്നെ നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആംപ്ലിഫയേഴ്സിൽ പല ടൈപ്പ് ഓഫ് ഡിസ്റ്റോർഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതില് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസ്റ്റോർഷൻ ആണ് ഹാർമോണിക് ഡിസ്റ്റോർഷൻ. അപ്പൊ നമുക്ക് സിലബസിൽ ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ പവർ ആംപ്ലിഫയേഴ്സിന്റെ കൂടെ തന്നെ ഹാർമോണിക് ഡിസ്റ്റോർഷൻ എന്നുള്ളൊരു ടോപ്പിക്ക് പറയുന്നുണ്ട്. അപ്പോ ശരിക്കും ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നലില് അല്ലെങ്കിൽ നമ്മുടെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് സിഗ്നൽ ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ ശരിക്കും എന്തെന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. ആംപ്ലിഫയേഴ്സിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോ ഡിസ്റ്റോർഷൻ നമുക്ക് ഡിസ്റ്റോർഷൻ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഹാർമോണിക് എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ഒരു ടൈപ്പ് ആണ്. അപ്പോ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹാർമോണിക് വരാം. ഇത് കോമൺ ആയിട്ട് ആംപ്ലിഫയേഴ്സിൽ ഉണ്ടാവുന്ന ഡിസ്റ്റോർഷൻ ആണ് ഹാർമോണിക് ഡിസ്റ്റോർഷൻ. പിന്നെ അതേപോലെ തന്നെ ഫ്രീക്വൻസിക്ക് ഡിസ്റ്റോർഷൻ സംഭവിക്കാം. സോ ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ. ദെൻ അതേപോലെ തന്നെ ഫേസ് ഷിഫ്റ്റിനും ഡിസ്റ്റോർഷൻ സംഭവിക്കാം. അപ്പൊ മെയിൻ ആയിട്ട് ഈ 3 ടൈപ്പ് ഓഫ് ഡിസ്റ്റോർഷൻ ആണ് ആംപ്ലിഫയേഴ്സിനകത്ത് ഉണ്ടാവുന്നത് അല്ലെ. ഇപ്പൊ ഡിസ്റ്റോർഷൻ ആംപ്ലിഫയേഴ്സിനകത്ത് ഉണ്ടാവുന്ന ഡിസ്റ്റോർഷൻ ഇത് 3 ടൈപ്പ് ആണ്: ഹാർമോണിക്, ഫ്രീക്വൻസി ആൻഡ് ഫേസ് ഷിഫ്റ്റ്. അതിൽ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഹാർമോണിക് ഡിസ്റ്റോർഷൻ ആണ്. അപ്പൊ ഈ ഡിസ്റ്റോർഷൻ കാരണം നമ്മളിനി നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട് അടുത്ത ടോപ്പിക്കിൽ. നമ്മൾ ഇന്ന് അത് പഠിക്കുന്നുണ്ട് കുറച്ച്, നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത്. അതിൽ നിന്നും കഴിഞ്ഞ തവണ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ ഹാർമോണിക് ഡിസ്റ്റോർഷനും അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ അത് രണ്ടും കണക്ട് ചെയ്ത് അടുപ്പിച്ചടുപ്പിച്ച് 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതില് നമുക്ക് ഹാർമോണിക് ഡിസ്റ്റോർഷൻ മാത്രമാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹാർമോണിക് ഡിസ്റ്റോർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ പറഞ്ഞു ഔട്ട്പുട്ട് സിഗ്നലിൽ ഉണ്ടാവുന്ന വേരിയേഷൻസിനെയാണ് ശരിക്കും ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് ആയിരിക്കില്ല കിട്ടുന്നത്. സോ ഹാർമോണിക് ഡിസ്റ്റോർഷൻ മീൻസ് ഇറ്റ് റെഫേഴ്സ് ടു, അപ്പൊ അത് ഫ്രീക്വൻസി ആയിട്ടൊക്കെ കുറച്ച് റിലേറ്റഡ് ആണ്. നമുക്കറിയാം ഹാർമോണിക് കമ്പോണൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതിന് ശരിക്കും ഇതാണ് അതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ അപ്പിയറൻസ് ഓഫ് ഹാർമോണിക്സ് ഇൻ ദ ഔട്ട്പുട്ട് സിഗ്നൽ. അപ്പൊ എന്താണ് ഹാർമോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, there are some integral multiples of the frequency components. അല്ലെങ്കിൽ നമുക്കിപ്പോ ഒമേഗ നോട്ട് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി കമ്പോണന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ്, അതായത് 2 ഒമേഗ നോട്ട്, 3 ഒമേഗ നോട്ട്, ഇങ്ങനെയുള്ള കമ്പോണൻസ് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നലിൽ പ്രസന്റ് ആവുന്നതിനെയാണ് നമ്മൾ ഹാർമോണിക്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കമ്പോണന്റ്. സോ അതിനെയാണ് നമ്മൾ ഹാർമോണിക്സ് എന്ന് പറയുന്നത്. സോ ഈ ഹാർമോണിക്സ് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഡിസ്റ്റോർഷനെയാണ് നമ്മൾ ഹാർമോണിക് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഇറ്റ് ഈസ് എ നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ. ഇതിനെ നമ്മൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ എന്നും പറയും. സോ ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ നോൺ ലീനിയാരിറ്റി ഓഫ് ദ ട്രാൻസിസ്റ്റർ. അപ്പൊ ഇത് നമ്മളറിയാം പവർ ആംപ്ലിഫയേഴ്സ് നമ്മൾ പഠിച്ചതാണ്. പവർ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത് തന്നെ ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ബിഹേവിയർ തന്നെ നോൺ ലീനിയർ ബിഹേവിയർ ആണ്. അല്ലെങ്കിൽ BJT എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ഡിവൈസ് ആയിട്ടാണ് ഒരു ലാർജ് സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ലാർജ് സിഗ്നൽ ആംപ്ലിഫയറിനകത്ത് ബിഹേവ് ചെയ്യുന്നത്. സോ ഈ ഒരു നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ ഒക്കർ ചെയ്യുന്നത് കൂടുതലും പവർ ആംപ്ലിഫയേഴ്സിലാണ്. സോ പവർ ആംപ്ലിഫയേഴ്സിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. സോ ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ പവർ ആംപ്ലിഫയേഴ്സ് ആർ മോർ പ്രോൺ ടു ഹാർമോണിക് ഡിസ്റ്റോർഷൻ. അതിന്റെ റീസൺ ആണ് കാരണം അതിനകത്ത് BJT അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ വിൽ ബിഹേവ് ആസ് എ നോൺ ലീനിയർ എലിമെന്റ് ഫോർ ലാർജ് സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ. സോ അതാണ് അവിടെ ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നത്. ആ ടൈപ്പ് ഓഫ് ഡിസ്റ്റോർഷനെ നമുക്ക് ശരിക്കും ഹാർമോണിക് ഡിസ്റ്റോർഷൻ എന്ന് പറയാം. അപ്പോൾ ഇതാണ്. അപ്പൊ ഹാർമോണിക് എന്നുള്ള ആ ഒരു ഹാർമോണിക് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ആ ഒരു നോൺ ലീനിയാരിറ്റി അത് ഓർത്ത് വെച്ചേക്കും. അതിനെ നമ്മൾ മറ്റൊരു പേരിട്ട് വിളിക്കുന്നു. എന്താണ്? നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ. അല്ലെങ്കിൽ ഇത് കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത് എവിടാണ്?
നമ്മുടെ പവർ ആംപ്ലിഫയേഴ്സിനാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് കൂടുതൽ പ്രോബ്ലംസ് ആണ് വരുന്നത്. എങ്കിലും ഈ ഒരു നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഹാർമോണിക് കമ്പോണൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു കമ്പോണൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഞാൻ പറഞ്ഞു ഇത് നോൺ ലീനിയർ ആയിട്ട് ഒരു ട്രാൻസിസ്റ്റർ ബിഹേവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റോർഷൻ ആണ് അല്ലെ. സോ വെൻ ദ BJT ഈസ് ഇൻ നോൺ ലീനിയർ, നമുക്ക് പറയാം ആ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന കളക്ടർ കറണ്ട്, അതിനെ നമുക്ക് നമ്മുടെ നമ്മള് ഒരു പവർ സീരീസിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫൊറിയർ സീരീസ് ഒക്കെ പഠിക്കുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ നമുക്കൊരു പവർ സീരീസിൽ നമുക്ക് ഇൻപുട്ട് കറണ്ടിന്റെ ടേംസിൽ നമ്മൾ ഔട്ട്പുട്ട് കറണ്ടിനെ എക്സ്പ്രസ് ചെയ്യാം അല്ലെ. IC = K × IB. നമുക്കറിയാം K എന്ന് പറയുന്നത് ശരിക്കും IC = βIB എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. IBക്ക് പ്രൊപ്പോർഷണൽ ആണ്. പക്ഷെ നമുക്കൊരു BJT എന്ന് പറയുന്ന ഒരു നോൺ ലീനിയർ എലമെന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു നോൺ ലീനിയർ ഡിവൈസ് ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ഒരു ജനറൽ ഫോമിലാണ് K1 × IB + K2 × IB² + K3 × IB³. ഇങ്ങനെ ഒരു ഫോമിലായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് ഇൻപുട്ട് കറണ്ടിന്റെ റിലേഷൻഷിപ്പ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാനത് ഈ ഡെറിവേഷൻ ഒന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. അതിന്റെ ഫൈനൽ കമ്പോണൻസ് എങ്ങനെയാണെന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഇത് ഞാൻ BJT അത് ഓർക്കുക. BJT എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിഹേവ് ആസ് എ നോൺ ലീനിയർ ഡിവൈസ് ഫോർ എ ലാർജ് സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ പവർ ആംപ്ലിഫയേഴ്സ്. സോ നമുക്ക് അവിടുത്തെ കളക്ടർ കറണ്ടിനെ ഇൻ ടേംസ് ഓഫ് ബേസ് കറണ്ട് നമുക്ക് ഒരു പവർ സീരീസിൽ എക്സ്പ്രസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് IC = K1 × IB + K2 × IB² + etc. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. അതിന്റെ പവർ അല്ലെ, ഇൻപുട്ട് കറണ്ടിന്റെ പവർ രീതിയിൽ അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. സോ നമുക്കറിയാം ഒരു ബേസ് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ നോർമലി വരയ്ക്കുന്ന ഒരു സൈനസോയിഡൽ അല്ലെങ്കിൽ കൊസൈൻ സിഗ്നൽ ആയിട്ടാണ്. സോ ആ IB ഞാൻ റെപ്രസെന്റ് ചെയ്തേക്കുവാണ്. IB = Im cos ωt. ആ IBയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കമ്പോണന്റ് എന്ത് വരും? Im cos ωt K1 × Im cos ωt + K2 × IB² ആണ്. IB² എന്ന് പറയുമ്പോൾ Im² cos² ωt. then അടുത്തത് IB³ ആണ്. അവിടെ ഒന്ന് cos³ ωt എന്ന് വരും. അങ്ങനെ പോവാം. then നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ശരിക്കും നമുക്ക് cos² θ അറിയാം, 1 + cos2 θ/2. അതേപോലെ cos³ θയും നമുക്ക് cos3 θ ടേംസിൽ എഴുതാൻ പറ്റും. നമ്മുടെ ആ ട്രിഗ്നോമെട്രിക് സീരീസ് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുവാണ്. ഞാനത് ആ സ്റ്റെപ്സുകളൊന്നും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന കമ്പോണൻസ് ഇത്രയാണ്. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ഇതാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട എക്സ്പ്രഷൻ IC. ഈ ഒരു എക്സ്പ്രഷൻ ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു എക്സ്പ്രഷൻ ഓർത്ത് വെച്ചേക്കുക. കാരണം ഈ കളക്ടർ കറണ്ടിന് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് വരുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ്? ഒന്നൊരു B0 എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് വരുന്നുണ്ട്. ദെൻ B1 എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് വരുന്നുണ്ട്. ഈ B0 ഉം B1 ഉം ഒക്കെ എന്താണെന്ന് പറയാം. സോ ഇങ്ങനെ കാരണം ഇതിനകത്ത് അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ K1ന്റെയും K2ന്റെയും ഒക്കെ ടേംസിലായിരിക്കും. നമുക്ക് അതിനെപ്പറ്റി അറിയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ICയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഞാനിപ്പോ നേരത്തെ പറഞ്ഞു cos² θ 1 + cos2 θ/2 ആണ്. cos³ θയും നമുക്ക് ഇതുപോലെ cos3 θ ടേംസിൽ എഴുതാം. അങ്ങനെ ഇതിനെ ഫുള്ളി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു കോൺസ്റ്റന്റ് ടേം വരും, ഒരു B0 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇല്ലാത്ത ഒരു കമ്പോണന്റ് വരും. അതിനെ നമ്മൾ B0 എന്ന് കൊടുത്തു. ദെൻ cos ωt കൂടെ വരുന്ന കമ്പോണന്റിനെ B1 എന്ന് കൊടുത്തു. ദെൻ cos2 ωt എന്ന് പറയുന്ന ആ കൊസൈൻ കമ്പോണന്റിന്റെ കൂടെ വരുന്നതിനെ B2 എന്ന് കൊടുത്തു. ദെൻ cos3 വരുന്നതിനെ നമ്മൾ B3 എന്ന് കൊടുത്തു. അതിന്റെ കോഎഫിഷ്യൻസിനെ എല്ലാം ഓരോ പേരിട്ട് കൊടുത്തേക്കുവാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു B0 എന്ന് പറയുന്ന കമ്പോണന്റ് ഉണ്ട്. ദാറ്റ് ഈസ് എ DC കമ്പോണന്റ്, ഒരു കോൺസ്റ്റന്റ് കമ്പോണന്റ് ആണ്. ദാറ്റ് ഈസ് എ DC കമ്പോണന്റ്. ദെൻ അതിനകത്ത് ഒരു ഫണ്ടമെന്റൽ ഫ്രീക്വൻസി നമുക്ക് ഈ ഒരു സീരീസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഒമേഗയാണ്. അപ്പൊ B1 cos ωt എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഫണ്ടമെന്റൽ കമ്പോണന്റ് അല്ലെ. ഒമേഗയിൽ മാത്രമാണ് എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള കമ്പോണൻസ് നോക്കി, ഈ കമ്പോണൻസ് എന്നൊക്കെ പറയുന്നത് ഇന്റിജർ മൾട്ടിപ്പിൾസ് ഓഫ് ഒമേഗയാണ്. 2 ωt, 3 ωt, 4 ωt ഇങ്ങനെ പോകുന്ന ആ കമ്പോണൻസിനെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഹാർമോണിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു കളക്ടർ കറണ്ട് ഇൻ ടേംസ് ഓഫ് ദ ബേസ് കറണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ സൈനിലോ കൊസൈനിലോ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിനകത്ത് എന്താണുള്ളത്. ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കമ്പോണന്റ് ഉണ്ട്, DC കമ്പോണന്റ് ഉണ്ട്, ദെൻ നമുക്ക് വരുന്നത് ഹാർമോണിക്സ് ആണ്.
സോ ഹാർമോണിക് കമ്പോണന്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് B2, B3 കോഎഫിഷ്യൻസിനെയാണ് നമ്മൾ ആ ഒരു ഹാർമോണിക് കമ്പോണൻസ് ആയിട്ട് നമ്മളിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് B0യും B1 എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. B0 എന്ന് പറയുന്നത് നമ്മുടെ DC കമ്പോണന്റ് ആണ്. B1 എന്ന് പറയുന്നത് ശരിക്കും അത് നമ്മുടെ ഫണ്ടമെന്റൽ കമ്പോണന്റ് ആണ്. ബാക്കിയെല്ലാം നമ്മുടെ ഹാർമോണിക്സ് ആണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഹാർമോണിക്സ്. ഈ B2, ഈ എക്സെട്ര ഈ പോകുന്നതാണ് നമ്മുടെ ഹാർമോണിക്സ്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹാർമോണിക് കമ്പോണന്റ് ഏതാണ്, അതിനകത്ത് DC കമ്പോണന്റ് ഏതാണ്, അതിനകത്ത് ഫണ്ടമെന്റൽ കമ്പോണന്റ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. Even if the input signal is purely sinusoidal, the output signal becomes non-sinusoidal. നമ്മളുടെ സിനുസോയിഡൽ ഉദ്ദേശിക്കുന്നത് ഞാനൊരു കൊസൈൻ കമ്പോണന്റ് എടുത്തു എന്ന് വരയ്ക്കുന്ന ഇങ്ങനല്ലേ, ഇങ്ങനൊരു കമ്പോണന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ ഇൻപുട്ട് കമ്പോണന്റ് ഇതാണ്. നമ്മൾ അതിന് ഇൻപുട്ട് കമ്പോണന്റിനെ ഒരു പ്യുവർലി ഒരു സിനുസോയിഡൽ അല്ലെങ്കിൽ ഒരു കൊസൈൻ സിഗ്നൽ എടുക്കുവാണെങ്കിൽ ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്നത് എന്താണ്? ഒരു DC ഉണ്ട്, ഒരു കൊസൈൻ ഉണ്ട്, പിന്നെ അതിന്റെയൊക്കെ ഇന്റിജർ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് എ നോൺ സിനുസോയിഡൽ കമ്പോണന്റ് അല്ലെ. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഒരു നോൺ സിനുസോയിഡൽ കമ്പോണന്റ് ആണ്. അതിന്റെ റീസൺ എന്താണ്? ദാറ്റ് ഈസ് ഡ്യൂ ടു നോൺ ലീനിയാരിറ്റി ഓഫ് ദ ട്രാൻസിസ്റ്റർ. കാരണം ഒരു BJT നോൺ ലീനിയർ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി അതിന്റെ എക്സ്പ്രഷൻ കണ്ടതാണ്, K1IB പ്ലസ് അങ്ങനെ ഒരു പവർ സീരീസ് ബിഹേവിയർ ആണ് ഔട്ട്പുട്ട് കറണ്ട് ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട് കറണ്ട് നമുക്ക് കാണുന്നത്. ആ ഒരു നോൺ ലീനിയാരിറ്റി കാരണം നമ്മുടെ ഇൻപുട്ട് ഒരു പ്യൂർ സൈനുസോയിഡൽ സിഗ്നൽ ആണെങ്കിലും ഔട്ട്പുട്ട് ഒരിക്കലും നമുക്കൊരു സൈനുസോയിഡൽ സിഗ്നൽ കിട്ടില്ല. അത് നോൺ സൈനുസോയിഡൽ സിഗ്നൽ ആണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദീസ് ഹാർമോണിക് കമ്പോണൻസ്. ഇങ്ങനെ ഹാർമോണിക് കമ്പോണൻസ് ഉണ്ടാവുന്നത് കാരണമാണ് അങ്ങനെ ഒരു നോൺ ലീനിയാരിറ്റി ബിഹേവ് ചെയ്ത്. ഓക്കെ, സോ ദ കളക്ടർ കറന്റ് ഈസ് ഡിസ്റ്റോർട്ടഡ് അല്ലെ. അതിന്റെ റീസൺ എന്താണ്? ഡ്യൂ ടു ദ ഹാർമോണിക്സ് പ്രസന്റ്. ഇതാണ് ഇതിനകത്ത് ഹാർമോണിക്സ്. ഈ ഒരു ഹാർമോണിക്സ് കാരണമാണ് ഇവിടെ ആ ഒരു നോൺ ലീനിയാരിറ്റി അവിടെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ ഉണ്ടാവുന്നത്. സോ ദിസ് ഇസ് ദ ടൈപ്പ് ഓഫ് എന്താണ് ഡിസ്റ്റോർഷൻ ഒക്കറിങ് ഇൻ an amplifier. സോ ഹാർമോണിക് ഡിസ്റ്റോർഷൻ എന്താണെന്ന് മനസ്സിലായി. ഇത് നേച്ചർ ഉണ്ടാവാനുള്ള റീസൺ നോൺ ലീനിയാരിറ്റി ആണ്. പിന്നെ അതിനകത്തുള്ള കമ്പോണൻസ് ഞാൻ പറഞ്ഞു, ഓർത്ത് വെച്ചേക്കുക. ദെൻ നമുക്കിങ്ങനെ കമ്പോണൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു അല്ലെ. ഹാർമോണിക് കമ്പോണൻസ് ഏതൊക്കെയാണ്? ശരിക്കും ഹാർമോണിക് കമ്പോണൻസ് എന്ന് പറയുന്നത് B2, B3, B4 ഇതാണ്. ബാക്കിയൊന്നും ഹാർമോണിക് കമ്പോണന്റ് അല്ല. B2, B3 മുതലുള്ള കമ്പോണൻസിനെയാണ് ഹാർമോണിക് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ the amount of nth harmonic distortion അത് ഡിഫൈൻ ചെയ്യുവാണ്. nth harmonic distortion എന്ന് പറയുന്നതിനെയാണ് ഞാൻ DHN എന്ന് പറയുന്നത്. അത് നമ്മൾ എഴുതുന്നത് PN/V1 ആ ഫണ്ടമെന്റൽ കമ്പോണന്റ് വെച്ചിട്ടാണ് nth ഹാർമോണിക്കിന്റെ ഡിസ്റ്റോർഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ nth ഹാർമോണിക്കിന്റെ ഹാർമോണിക് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് VN/V1. അപ്പൊ എനിക്ക് Vn എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ദ nth ടേം ആൻഡ് V1 ഈസ് ദ ഫണ്ടമെന്റൽ കമ്പോണന്റ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ n/2 കൊടുക്കുവാണ്. n/2 കൊടുക്കുവാണെങ്കിൽ എന്താണ്? B2/V1. B2/V1. ഓക്കെ, സോ DH2 എന്ന് പറയുന്നത് DH2 എന്താണ്? n/2 കൊടുത്താൽ മതി. B2/V1 എല്ലാം വിത്ത് റെസ്പെക്ട് ടു ദ ഫണ്ടമെന്റൽ കമ്പോണന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അതേപോലെ ഹാർമോണിക് 3 കണ്ടുപിടിക്കുകയാണെങ്കിൽ എനിക്ക് B3/V1 ചെയ്താൽ മതി. ഓക്കെ, സോ ഇത് ഓരോ കമ്പോണൻസ് ആണ് അല്ലെ. സെക്കൻഡ് കമ്പോണന്റ്, ഫസ്റ്റ് കമ്പോണന്റ്, അങ്ങനെ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. ദെൻ ഞാൻ ഇനി DH4 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എനിക്ക് എന്താണ്? B4/V1 എല്ലാം വിത്ത് റെസ്പെക്ട് ടു V1 ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ ദ എമൗണ്ട് ഓഫ് nth ഹാർമോണിക് ഡിസ്റ്റോർഷൻ ദാറ്റ് ഈസ് ഗിവൺ ബൈ PN/V1. ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അതിന് മുമ്പ് ആ കമ്പോണൻസ് എന്താണെന്ന് മനസ്സിലാക്കണം, എന്നാലേ ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ DHN ഞാൻ ഡിഫൈൻ ചെയ്തു, BN/V1. DN എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോഎഫിഷ്യന്റ് ഓഫ് nth ഹാർമോണിക് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. അപ്പൊ അതിനകത്ത് നിന്ന് ചിലപ്പോൾ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഇങ്ങനെയൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറയും. ഇനി ഞാൻ പവറിനൊരു റിലേഷൻ കൊണ്ടുവരുവാണ്. പവറിന്റെ റിലേഷൻ പഠിക്കുക. ഇതാണ് ഫൈനൽ റിലേഷൻ, പവറിന്റെ റിലേഷൻ. ഓക്കെ, സോ ദ ഔട്ട്പുട്ട് പവർ ഇൻ ടേംസ് ഓഫ് ദ ഹാർമോണിക് ഡിസ്റ്റോർഷൻ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ശരിക്കും ടോട്ടൽ പവർ എന്താണ്? ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് P1 ഉണ്ട്, P2 ഉണ്ട്, P3 ഉണ്ട്, അല്ലെങ്കിൽ ഫ്രീക്വൻസീസ് വരുന്ന കമ്പോണൻസ് ആണ് ഇതെല്ലാം. P1 അല്ലെങ്കിൽ ആ DC കമ്പോണന്റ് നമ്മൾ കൺസിഡർ ചെയ്യാതെ ബാക്കി ഫ്രീക്വൻസീസ് വരുന്ന ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ്
അല്ലെങ്കിൽ ഇന്റീജർ മൾട്ടിപ്പിൾസ് ഓഫ് ഹാർമോണിക്സ് വരുന്ന പവർ ആണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ what is the total output power എന്ന് പറഞ്ഞാൽ it is a sum of power due to the fundamental frequency and the harmonic component. അപ്പൊ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സോ P1 നിന്നാണ് അല്ലെ, അവിടുത്തെ പവർ ആണ് P1. ദെൻ അടുത്ത ഹാർമോണിക് കമ്പോണന്റ് ആണ് P2, ദെൻ P3. നമ്മുടെ DC കമ്പോണന്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. സോ ദിസ് ഇസ് എ സം ഓഫ് പവർ ഡ്യൂ ടു ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആൻഡ് ദ ഹാർമോണിക്സ്. സോ ഇതിങ്ങനെ പോകും. ഇനി വാട്ട് ഈസ് P1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പവർ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം അല്ലെ. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് I² RMS, RMS വാല്യൂ ഓഫ് കറന്റ് ഇൻടു ലോഡ് റെസിസ്റ്റൻസ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രമാണ് ഈ റിലേഷൻ ഒന്ന് പറയുന്നത്. ഫൈനൽ ഇക്വേഷൻ ഒരിക്കലും മറക്കരുത്. സോ I² RMS മീൻസ് ദ RMS വാല്യൂ ഓഫ് ദ കറന്റ് അല്ലെ. ദെൻ ഇവിടെ നമുക്ക് ശരിക്കും B1ന്റെ ടേംസിലാണ് ആ പീക്ക് വാല്യൂ തന്നേക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പവർ എഴുതുമ്പോൾ എനിക്ക് അതിന്റെ RMS വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ P1 കണ്ടുപിടിക്കുകയാണ്. എക്സാമ്പിൾ P1 കണ്ടുപിടിക്കുമെങ്കിൽ P1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാർമോണിക് കമ്പോണന്റ് ആയിട്ടുള്ളതിന്റെ RMS വാല്യൂ. സോ B1/√2 ആണ് അതിന്റെ RMS വാല്യൂ ഹോൾ സ്ക്വയർ. സോ RMS വാല്യൂ എന്ന് പറയുന്നത് B1 അവിടുത്തെ പീക്ക് വാല്യൂ ആണ്. ഇപ്പൊ നേരത്തെ കണ്ടതാണ് B1 എന്താണ്? P1 എന്ന് പറയുന്നത് അവിടുത്തെ പീക്ക് വാല്യൂ ആണ്. സോ പീക്ക് വാല്യൂ √2 അതാണ് RMS വാല്യൂ. സോ ഇവിടെ RMS വാല്യൂ കണ്ടുപിടിക്കുന്നത് പീക്ക് വാല്യൂ √2 ദ ഹോൾ സ്ക്വയർ ഇൻടു RL. അപ്പൊ ഇതിൽ നിന്നാണ് എനിക്ക് P1 കിട്ടുന്നത്. കണ്ടോ, P1, അതേപോലെ P2, അടുത്ത P3, അങ്ങനെ എല്ലാ പവേഴ്സും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് കമ്പോണന്റിനെ ഇനി കോമൺ ആയിട്ട് എടുക്കും. P1² RL/2 കോമൺ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ P1² RL, അതിനൊരു രീതിയിലായിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ ഫസ്റ്റ് കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ 1 അല്ലേ, 1 പ്ലസ് അടുത്തതിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ V2/V1 എന്ന് വരും ഹോൾ സ്ക്വയർ, പ്ലസ് P3/V1 ഹോൾ സ്ക്വയർ. ശരിക്കും V2/V1 എന്താണ്? ദാറ്റ് ഈസ് DH2. ദെൻ V3/V1 എന്താണ്? DH3. സോ നമുക്ക് ശരിക്കും ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? P1 × 1 പ്ലസ് DH2² പ്ലസ് DH3² പ്ലസ് എക്സെട്ര. അപ്പൊ ശരിക്കും വാട്ട് ഈസ് BH² എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മുടെ ടോട്ടൽ പവർ. അപ്പൊ ഇതിനകത്തുനിന്ന് വാട്ട് ഈസ് വേർ DH² എന്ന് പറഞ്ഞാൽ എന്താണ്? DH2² പ്ലസ് DH3² പ്ലസ് എക്സെട്ര. ആ സെക്കൻഡ് ഹാർമോണിക് കമ്പോണന്റ് അവിടെ നിന്നിട്ടാണ് നമ്മൾ ഹാർമോണിക്സ് പറയുന്നത്. H2, H3, എക്സെട്ര ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ DH-ന്റെ വാല്യൂ. അത് പഠിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് DH. അപ്പൊ ടോട്ടൽ പവർ ഡിറ്റർമിൻ ചെയ്യാൻ പഠിക്കണം. അതേപോലെ ഞാൻ നേരത്തെ ഹാർമോണിക് ഡിസ്റ്റോർഷൻ ഡിഫൈൻ ചെയ്തു. അത് വെച്ചിട്ടാണ് ഇതെല്ലാം പോകുന്നത്. സോ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഫസ്റ്റ് പവർ P1, അതായത് ഫസ്റ്റ് ഹാർമോണിക് കമ്പോണന്റിന്റെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കമ്പോണന്റിന്റെ പവർ ഇൻടു 1 പ്ലസ് DH². ഇതാണ് നമ്മുടെ ടോട്ടൽ പവർ ഇക്വേഷൻ. ഇനി ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ, ഇപ്പൊ ഞാൻ പറഞ്ഞു ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ എന്താണ്? ഇതൊക്കെ പഴയ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. തിയറി ആയിട്ടും പ്രോബ്ലം ഒക്കെ ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. തിയറി ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. What is the definition of total harmonic distortion? That is DH is equal to root of DH2². അതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് DH1 തൊട്ടോ അല്ലെങ്കിൽ DH3 തൊട്ടോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരാം. സോ അവിടെ DH2 തൊട്ടാണ് നമ്മുടെ ഹാർമോണിക് കമ്പോണന്റ് വരുന്നത്. സോ DH2² ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഈ ഒരു ഇക്വേഷൻ. സോ അവിടുന്ന് തന്നെ നമുക്ക് പറയാം DH എന്താണ്? ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് DH2² പ്ലസ് DH3² പ്ലസ് എക്സെട്ര അല്ലെ. DH² ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ DH എന്ന് പറയുമ്പോൾ റൂട്ട് എടുത്താൽ പോരെ. സോ ഇതാണ് ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷന്റെ ഫോർമുല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്, അത് പഠിക്കണം. DH ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഹാർമോണിക് കമ്പോണന്റ് ടേംസിൽ എഴുതിക്കൂടെ? വാട്ട് ഈസ് DH2? DH2 എന്ന് പറഞ്ഞാൽ
ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡ് കമ്പോണന്റ് y b1 ആണ്. Then what is dh3 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് dh3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b3 b1 ആണ്. അപ്പൊ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ b2 b1 the whole square plus b3 b1 the whole square plus etc. അപ്പൊ തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പഠിച്ചതും ഈ ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷന്റെ ഇക്വേഷൻ പഠിച്ചാലും മതി, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏത് രീതി വേണമെങ്കിലും കണ്ടുപിടിക്കാം. അതേപോലെ പവറിന്റെ റിലേഷൻ ഞാൻ പറഞ്ഞു, അതും പഠിച്ചു വെക്കുക. കാരണം ഈ ടോപ്പിക്കുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പവർ ആംപ്ലിഫൈസിൽ നിന്ന് തന്നെ അല്ലാതെ ചോദ്യങ്ങൾ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഒക്കെ ബേസ് ചെയ്തിട്ട് ചോദിക്കാം. അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും എക്സാമിന് ചോദിക്കാം. അല്ലെങ്കിൽ അത് റിലേഷൻ ആയിട്ടോ പഴയ ക്വസ്റ്റ്യൻ റെഫർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ പോളിടെക്നിക്കിൽ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ഞാനിവിടെ, അത് പക്ഷെ കുറച്ചുകൂടി പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അല്ലാതെ തന്നെ നമ്മൾ തിയറി പാർട്ടിൽ ചോദിച്ചിട്ടുള്ളതാണ് ഈ ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ. PSCയുടെ സെയിം സിലബസ് വെച്ചിട്ടുള്ള വേറെ എക്സാംസ് നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അത് മനസ്സിലാക്കണം. ഈ രീതിയിലും ചോദിക്കാം. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻസ് പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. സോ ആ 2 റിലേഷനും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഇനി ഫീഡ്ബാക്ക് ആംപ്ലിഫയറിലോട്ട് പോവാണ്. ഇതിനകത്ത് ഡിസ്റ്റോർഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷണ്ട് സീരീസ്, ഷണ്ട് സീരീസ്, ഷണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ആംപ്ലിഫയേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്താണ് ഫീഡ്ബാക്ക്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ബേസിക് ഡെഫിനിഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാം. ഇനി ആംപ്ലിഫയേഴ്സിലുള്ള ഫീഡ്ബാക്കും ഓസിലേറ്റേഴ്സിലുള്ള ഫീഡ്ബാക്കും ഇതൊക്കെയാണ് നമ്മൾ ഇനി മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്, ഒരു BJT റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിൽ എന്താണ് ഫീഡ്ബാക്ക് എന്ന് നോക്കാം. സോ ഫീഡ്ബാക്ക് മീൻസ് ഇറ്റ് റെഫേഴ്സ് ടു എ മിക്സിംഗ്, എ പാർട്ട് ഓഫ് ദ, ആംപ്ലിഫയർ പഠിക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാവും, കറണ്ട് മിക്സിംഗ്, വോൾട്ടേജ് മിക്സിംഗ്. അപ്പൊ നമുക്ക് ഇങ്ങനെ സീരീസ്, ഷണ്ട്, ഇങ്ങനെയുള്ള കണക്ഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത്, ഈ മിക്സിംഗ് ഒക്കെ എന്താണെന്നുള്ളത് അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആംപ്ലിഫയേഴ്സിലോട്ട് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ഏതൊക്കെ ടൈപ്പിനകത്ത് അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്, അതിന്റെ കണക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ ബേസിക്കലി ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു എ മിക്സിംഗ്, എ പാർട്ട് ഓഫ് ദ ഔട്ട്പുട്ട്, അല്ലെ? ഔട്ട്പുട്ടിന്റെ ഒരു പോർഷൻ എടുത്ത് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നതിനെയാണ് ശരിക്കും നമ്മുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അത് കൊടുക്കുമ്പോൾ അത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആവാം. സോ ആംപ്ലിഫയേഴ്സിൽ നോർമലി അത് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. സോ അതിന്റെ ഡെഫിനിഷൻ ആണ് ഞാൻ പറഞ്ഞത്. എ പാർട്ട് ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് ദ ഇൻപുട്ട്. സോ അതാണ് നമ്മൾ ആ ഒരു മിക്സിംഗ് പ്രോസസ് ആണ് നമ്മൾ ഈ ഫീഡ്ബാക്ക് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഫീഡ്ബാക്ക് സിഗ്നൽ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഔട്ട്പുട്ടിന് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ആ ഫീഡ്ബാക്ക് സിഗ്നൽ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഔട്ട്പുട്ട് ആണ് XF എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. സോ ദ ഫീഡ്ബാക്ക് സിഗ്നൽ ഈസ്, ദാറ്റ് ഈസ് XF ഈസ് പ്രൊപ്പോർഷണൽ ടു X0. X0 എന്താണ്? നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയേക്കുവാണ്, ദാറ്റ് ഈസ് XF ഈസ് പ്രൊപ്പോർഷണൽ ടു X0. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാൻ കൊണ്ടുവന്നു ബീറ്റ. അപ്പൊ അതെന്തായിരിക്കും? ഫീഡ്ബാക്ക് ഫാക്ടർ ആയിരിക്കും. ഓക്കെ, സോ ബീറ്റ ഈസ് നോൺ ആസ് ഫീഡ്ബാക്ക് ഫാക്ടർ, ദാറ്റ് ഈസ് XF ബൈ X0. അപ്പൊ X0 എന്ന് പറയുന്നത് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടും XF എന്ന് പറയുന്നത് നമ്മുടെ ഫീഡ്ബാക്കിന്റെ ഔട്ട്പുട്ടുമാണ്. അപ്പൊ ഫീഡ്ബാക്കിന്റെ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ എന്തായിരിക്കും അത്? അപ്പൊ ബീറ്റ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വാട്ട് ഈസ് ഫീഡ്ബാക്ക് ഫാക്ടർ. ആ ഫീഡ്ബാക്ക് ഇതാണെങ്കിൽ, ആംപ്ലിഫയറും ആണെങ്കിൽ, അല്ലെ, ഇതാണെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, അത് നമുക്ക് പറയാം. ഇതാണ് ഔട്ട്പുട്ട്, അല്ലെ? ഔട്ട്പുട്ട് ഇതാണ്, ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇതാണ് X0, ഇതാണ് XF, ഇതാണ് ബീറ്റ, ഫീഡ്ബാക്ക് ഫാക്ടർ. സോ ബീറ്റ ഈസ് ഈക്വൽ ടു XF, അല്ലെ? ആ ഫീഡ്ബാക്ക് ഇട്ടുകൊടുക്കുന്ന ഔട്ട്പുട്ട് XF ആണ്. XF ബൈ അതിന്റെ ഇൻപുട്ട് എന്താണ്? X0. XF ബൈ X0 ആണ് നമ്മുടെ ബീറ്റ, ഫീഡ്ബാക്ക് ഫാക്ടർ. സോ മിക്സിംഗ് മീൻസ് അത് ആഡിങ് ആവാം, സബ്ട്രാക്ടിങ് ആവാം. അപ്പൊ ഇവിടെ നമുക്ക് പ്ലസ് അല്ലെങ്കിൽ മൈനസ് വരാം. അത് എന്താണെന്നുള്ളത്, ഏത് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ആണെന്നുള്ളത്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള രീതിയിൽ നമുക്കത് ചൂസ് ചെയ്യാം, എന്ത് മിക്സിംഗ് ആണ് വരുന്നത്. സോ മിക്സിംഗ് മീൻസ് ഇറ്റ് ഈസ് ആഡിങ് ഓർ സബ്ട്രാക്ടിങ്. സോ ഇതാണ് ഒരു ഫീഡ്ബാക്കിന്റെ കൺസെപ്റ്റ്. ഫീഡ്ബാക്കിന്റെ ഞാൻ ഒരു ലെറ്റേഴ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്തേക്കുമാണ്. നമുക്കിനി പോസിറ്റീവ് നെഗറ്റീവ് ഫീഡ്ബാക്കിലേക്ക് വരാനുണ്ട്. അപ്പൊ XF എന്ന് പറയുന്നത് എന്താണ്? ഫീഡ്ബാക്ക് സിഗ്നൽ. X0 എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് സിഗ്നൽ. സോ ദ XF എന്ന് പറയുന്നത് ആ ഒരു ഫീഡ്ബാക്ക് ഇട്ടുള്ളതിൽ ഔട്ട്പുട്ട്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? X0നെയാണ്, ഔട്ട്പുട്ടിനെയാണ്. സോ
ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. എക്സ് എഫ് ആണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട്. എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ്. സോ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഫീഡ്ബാക്ക് ഫാക്ടർ. സോ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. മിക്സിംഗ് മീൻസ് ഇറ്റ് ഈസ് ആഡിങ് ഓഫ് സബ്ട്രാക്ട്.